ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കല്യാണ സാരി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കല്യാണ സാരി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട്, അതായത് കല്യാണ സാരി എടുക്കുന്നതാണെങ്കിലും നമ്മളത് ഉടുത്ത് ആ ഒരു ഡേയിൽ പ്രസന്റ് ചെയ്തിട്ട് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടാണ് എനിക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വലിയ നോളജ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എൻ്റെ കല്യാണ സാരി സെലക്ട് ചെയ്തതും കല്യാണ ദിവസം അത് ഉടുത്തു കഴിഞ്ഞപ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ കല്യാണ സാരി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് അതിൽ നിന്നൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ കല്യാണ സീസണൊക്കെ ആണല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പൊ എന്തായാലും കല്യാണം തീരുമാനിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കല്യാണ സാരി എടുത്തത് ട്രിവാൻഡ്രം ജയലക്ഷ്മി എന്നാണ്. പിന്നെ ഞാൻ പറയുമ്പോൾ കല്യാണ സാരി എടുക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ സാരി തന്നെ അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എടുക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ മനസ്സിൽ കരുതിയതുപോലെ ഒരു ഫുൾ ഓൺ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ട് എടുത്ത സാരിയല്ല. എന്നെ ആരും ഫോഴ്സ് ചെയ്തൊന്നും എടുപ്പിച്ചല്ല, പക്ഷെ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടായിരുന്നു ആ സാരി എടുത്തു കഴിഞ്ഞിട്ട് അയ്യോ ഇത് മതിയായിരുന്നു എന്നൊരു പ്രശ്നം എനിക്ക്, അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷെ കല്യാണ ദിവസം അത് ഉടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എല്ലാ ഡൗട്ട്സും മാറി. കാരണം അത്ര അടിപൊളി സാരിയായിരുന്നു. വീഡിയോസിൽ കാണുമ്പോൾ അതിന്റെ കളറൊക്കെ ഡിഫറെന്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. കാരണം നമ്മൾ രണ്ടിടത്ത് വീഡിയോ ചെയ്യുമല്ലോ, അതായത് എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത വീഡിയോയിലും അതായത് എൻ്റെ ഇവിടെ നിന്ന് ചെയ്ത കല്യാണത്തിന്റെ വീഡിയോയിലാണെങ്കിലും രണ്ടെണ്ണത്തിലും കല്യാണ സാരിയുടെ കളർ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ആ വീഡിയോയിലുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ കാര്യമല്ല, എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. മീൻസ് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞൊരു ഫൈനൽ റിസൾട്ട് ഉണ്ടല്ലോ, അതിൽ ആ സാരി നല്ല പൊളി ലുക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സാരിയുടെ കളർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈൻ കളർ ആണോ എന്ന് വെച്ചാൽ അതുമല്ല, പിങ്ക് ആണോ എന്ന് വെച്ചാൽ അതുമല്ല, ഒരു ലോട്ടസ് കളർ ആണോ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു രണ്ട് ഷെയ്ഡ് മിക്സപ്പ് ആയിട്ടുള്ളൊരു കളറാണ്. ഒരു ഡാർക്ക് പർപ്പിൾ എവിടേക്കോ വരുന്നുണ്ട്, വൈൻ കളർ എവിടേക്കോ വരുന്നുണ്ട്. അങ്ങനെ രണ്ട് ഷെയ്ഡായിട്ട് പോകുന്ന ഒരു സാരിയാണ്. ഒരു വെറൈറ്റി കളറാണ് കേട്ടോ. മീൻസ് അത്രയും നാളും നമ്മൾ കല്യാണ സാരീസിലൊക്കെ മീൻസ് എന്റെ കല്യാണം നടക്കുന്ന ആ ഒരു ടൈമിൽ അത് ട്രെൻഡിങ്ങും ആയിരുന്നു, ഒരു വെറൈറ്റി പിടിക്കുക എന്നുള്ളത്. മീൻസ് എപ്പോഴും എല്ലാവരും റെഡും അതുപോലെ ഓറഞ്ച് അങ്ങനെയുള്ള ഡാർക്ക് കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു വെറൈറ്റി കളർ എടുക്കുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കപ്പെടും. എനിക്ക് തോന്നുന്നു, ഞാൻ എക്സാക്റ്റ് ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ട്രസ് മൃദുല വിജയ് ഇല്ലേ, സീരിയൽ ആക്ട്രസ്, സീരിയലിലൊക്കെ ഉള്ളത്, അവരുടെ കല്യാണത്തിന് കൊടുത്തിരുന്ന അവരുടെ വെഡ്ഡിങ് സാരി ഉണ്ടല്ലോ, മീൻസ് അവരുടെ ടെമ്പിൾ വെഡ്ഡിങ് ലുക്കല്ല, അവരുടെ വെഡ്ഡിങ്ങിന് കൊടുത്ത ആ സാരി, ഹോളിൽ ഫംഗ്ഷന് കൊടുത്ത സെയിം അത് തന്നെയായിരുന്നു. പുള്ളിക്കാരി സാരിയിൽ എന്നിട്ട് മീൻസ് ലൈക്ക് എന്റെ പോലത്തെ തന്നെ സാരി ആയിരുന്നു. എന്നിട്ട് എടുത്തിട്ട് ബോർഡറിലൊക്കെ എന്തോ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനും എന്റെ കല്യാണത്തിന് അങ്ങനെ ചെയ്താലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ നമ്മള് മന്ത്രകോടി എന്ന് പറഞ്ഞാൽ അത് എടുത്തു, പിന്നെ അതിൽ കിടന്ന് പണിയണ്ട എന്ന് വിചാരിച്ചു. പിന്നെ വർക്ക് ചെയ്യാനൊക്കെ അതുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ വേണ്ട, പിന്നെ എൻ്റെ അടുത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാം എന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അതിൽ കിടന്ന് പണിയാതിരുന്നത്. പക്ഷെ അത് പണിയാതിരുന്നത് നന്നായി. കാരണം നമ്മൾ ഇടുന്ന ഓർണമെന്റ്സും ആ ഒരു സിമ്പിൾ അധികം വർക്കൊന്നും ഇല്ലാത്ത ആ സാരിയും കൂടി വന്നപ്പോഴത്തേക്കും അതിങ്ങനെ കോംപ്ലിമെന്റ് ആയിട്ട് നിന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്ക് അത് ഉടുത്തു കഴിഞ്ഞപ്പോഴാണെങ്കിലും ആളുകളുടെ മുമ്പിൽ എന്നെ തന്നെ ഞാൻ പ്രസന്റ് ചെയ്തപ്പോഴാണെങ്കിലും എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുള്ളതാണ് എൻ്റെ കല്യാണ സാരി. പിന്നെ എൻ്റെ കല്യാണ സാരി ഇപ്പം ഇരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്. സോ ട്രിവാൻഡ്രത്താണ് ഇപ്പം എൻ്റെ സാരി ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പം എടുത്തിങ്ങനെ കാണിച്ചു തരാനായിട്ട് പറ്റത്തില്ല. അപ്പം എന്തെങ്കിലും ഞാൻ ട്രിവാൻഡ്രത്ത് പോകുന്ന സമയത്ത് വ്ളോഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ആ സാരി കാണിച്ചു തരാം. പിന്നെ ആ സാരിയുടെ വിലയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം കല്യാണ സാരിയുടെ വില എന്ന് പറയുന്നത് എത്ര കുറവാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും നമ്മളതങ്ങനെ മെൻഷൻ ചെയ്ത് എവിടെയും പറയേണ്ട ആവശ്യമോ
നമ്മളോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ, പുറത്തുനിന്ന് ഒരാൾ ചോദിക്കുമ്പോൾ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് എത്ര കുറവാണെങ്കിലും അതുപോലെ എത്ര കൂടുതലാണെങ്കിലും അത് നമ്മുടെ ഒരു സ്വകാര്യതയിൽ പെടുന്നൊരു കാര്യമാണ്. നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് ഒഫീഷ്യലി തരുന്ന ഫസ്റ്റ് ഗിഫ്റ്റാണ് ഈ ഒരു കല്യാണ സാരി എന്ന് പറയുന്നത്. സോ ഞാൻ ഒഫീഷ്യലി ഉദ്ദേശിച്ചത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തരുന്നത്. നമുക്ക് വേറെ ഗിഫ്റ്റൊക്കെ തരുമ്പോൾ നമുക്ക് എല്ലാവരുടെയും പ്രസൻസ് ഉണ്ടാവണം എന്നില്ല. സോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമുക്ക് ആദ്യമായിട്ട് തരുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കല്യാണ സാരിയാണ്. അപ്പൊ അത് വളരെ പവിത്രമായിട്ടാണ് കാണുന്നത് ഞാൻ. അപ്പൊ അതിനൊരു വിലയിട്ടെന്ന് പറയാം, അതിന്റെ വിലയുടെ പേരിൽ പല പല സ്ഥലങ്ങളിൽ പലയിടത്തും ഇങ്ങനെ മെൻഷൻ ചെയ്ത് പറയാനോ എനിക്കത് അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമില്ല. സോ അതിന്റെ വിലയോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ എന്റെ കല്യാണത്തിന് അത്ര വിലയുള്ളതെന്നല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. കല്യാണ സാരി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരുടെയും ഇൻഫ്ലുവൻസ് പാടില്ല. നമ്മൾ സാരി സെലക്ട് ചെയ്യുന്ന സമയത്ത് ആരുടെയും ഇൻഫ്ലുവൻസിൽ നമ്മൾ സാരി എടുക്കരുത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരുപാട് പേര് നമുക്ക് സജഷൻസ് പറയൂട്ടോ. നമ്മൾ ആരെയും അങ്ങനെ ധിക്കരിച്ച് പറയുന്നു വേണ്ട, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കല്യാണമാണ്, കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് സജഷൻസ് പറയും. അപ്പോൾ നമുക്കതൊക്കെ കേൾക്കാം. കേൾക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ നല്ലൊരു ലിസണർ ആവുന്നത് നല്ലത് തന്നെയാണ്. ഓരോരോ ആളുകളും ഓരോ സജഷൻസ് പറയും, അവരുടെ ഇഷ്ടങ്ങൾ വെച്ചിട്ട് ഓരോ സജഷൻസ് പറയും, അവർക്ക് നമ്മളെ എങ്ങനെയാണ് കാണാൻ ആഗ്രഹം എന്നുള്ളത് വെച്ചിട്ട് പറയും. നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമ്മുടെ ബിഗ് ഡേ ആണ്. നമ്മളത് സിമ്പിളായിട്ടാണ് കല്യാണം, ഈവൻ ഒരു രജിസ്റ്റർ മാരേജ് ആയിട്ടാണ് നമ്മൾ കല്യാണം നടത്തുന്നതെങ്കിൽ കൂടി അന്നത്തെ ദിവസം നമ്മൾ ഉടുക്കുന്ന സാരി അല്ലെങ്കിൽ എന്ത് ഡ്രസ്സാണെങ്കിൽ കൂടി അത് നമുക്ക് സ്പെഷ്യലാണ്. സോ അത് സെലക്ട് ചെയ്യുമ്പോൾ ആരുടെയും ഇൻഫ്ലുവൻസ് അതിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെങ്കിൽ കൂടി ഒരു പരിധി കൂടി, നല്ല ആളുകളൊക്കെ ആണെങ്കിൽ ഒരു പരിധി കൂടി ഡോമിനേറ്റ് ചെയ്ത് നീ അതേ ഉടുക്കാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും പറയില്ല. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ എന്നോട് പറഞ്ഞാൽ നിനക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നത് ഏതാണോ അത് നീ ചൂസ് ചെയ്യ് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഞാനും എന്റെ ചേച്ചിയും കൂടിയായിരുന്നു സാരി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ നേരത്തെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കളേഴ്സ് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന കളേഴ്സ് ആണ് എനിക്കിഷ്ടം എന്നുള്ളത് നമ്മൾ മൈൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും റെഡും ഓറഞ്ചും അതിലേക്ക് പോവില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴും കണ്ടുവരുന്ന കളേഴ്സ് അല്ലേ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മളിങ്ങനെ സാരീസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ട്രിവാൻഡ്രം ജയലക്ഷ്മിയിലാണ് പോയത്. ഞാൻ മനസ്സിൽ വിചാരിച്ച സാരി എനിക്ക് ആദ്യം കിട്ടിയില്ല. കാരണം ഞാൻ മൈൻഡിൽ കരുതി വെച്ചിട്ടുള്ള ഞാൻ പറഞ്ഞില്ല കുറച്ച് കളേഴ്സ് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ ആ കളറൊക്കെ നോക്കുമ്പോൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മിക്കതിലും കോപ്പർ ഷെയ്ഡാണ് വരുന്നത്. അപ്പൊ എനിക്കത് പേഴ്സണലി എന്റെ സ്കിൻ ടോണിന് എനിക്കത് ഇഷ്ടമല്ല, കോപ്പർ ഷെയ്ഡ് ഉള്ള സാരീസ് ഉടുക്കുന്നത്. അത് ഇഷ്ടമുള്ളവരുണ്ടാവും, പക്ഷെ എനിക്ക് അത്ര താല്പര്യമില്ല. അപ്പൊ അങ്ങനെ നോക്കി നമുക്ക് ഫൈനലി ഒരു സാരി കിട്ടി. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എനിക്ക് താല്പര്യമുള്ള കളറ്, അതിനകത്ത് ഗോൾഡൻ ത്രെഡ് വർക്ക്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് വീവിങ്, ഗോൾഡൻ വീവിങ് ഇങ്ങനെ വരണം, തിന്നായിട്ടുള്ളൊരു വീവിങ് ഇങ്ങനെ വരണം. അതാണ് എന്റെ മൈൻഡിൽ ഇരിക്കുന്നത്. അപ്പം ഫൈനലി നമ്മൾ നോക്കി അങ്ങനെ ഒരെണ്ണം ചൂസ് ചെയ്ത് കിട്ടി. പക്ഷെ അത് ഉടുത്ത് നോക്കിയപ്പോഴാണെങ്കിലും ആരും അത്ര അങ്ങനെ വോ ഫീലിംഗ് ഒന്നും ഇല്ല. ആ സാരി അവിടെ വെച്ച് കൊടുത്ത് നോക്കിയപ്പോഴാണെങ്കിലും എനിക്ക് ആ കളർ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം അവിടെ വെച്ച് കൊടുത്തപ്പോൾ എല്ലാവർക്കും ഒരു മങ്ങിയ കളറാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവൻ എനിക്കാണെങ്കിൽ കൂടി അത്ര ഞാൻ സാറ്റിസ്ഫൈഡ് ആയില്ല. ആരും ഒരു വോ പറയാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ ഒരുങ്ങി ഇറങ്ങുമ്പോഴത്തേക്കും ആരും നോക്കിയിട്ട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അത് കൊള്ളില്ല എന്ന് ഞാൻ തന്നെ സ്വയം തീരുമാനിക്കും. സോ അങ്ങനെ ഒരു ഫീലിങ്ങോട് കൂടിയാണ് ഞാൻ എന്റെ സാരി ചൂസ് ചെയ്തത്. അന്ന് കുറച്ചൊരു വിഷമമൊക്കെ വന്നു എനിക്ക്, അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കിട്ടിയില്ലല്ലോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ ഞാൻ കല്യാണ ദിവസം അത് ഉടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എപ്പോഴും നമ്മൾ സാരി ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ആരുടെയും ഇൻഫ്ലുവൻസ്, നമ്മൾ ആരും പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മൾ സാരി എടുത്തു കഴിയുമ്പോഴത്തേക്കും അയ്യോ അത് നിനക്ക് കൊള്ളില്ല, നിനക്ക് ചേരില്ല, അത് ഇട്ട് കഴിഞ്ഞാൽ നീ മങ്ങിപ്പോവും, ഡള്ളായിരിക്കും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ നിങ്ങളത് ചൂസ് ചെയ്യാം. പിന്നെ വേറെ ഒന്നും നോക്കാൻ നിൽക്കണ്ട. കാരണം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീഡം ഉണ്ട്, അത് മനസ്സിലാക്കുക, അഡ്മിറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ എടുക്കുക. അപ്പം അത് നന്നായിട്ട് തന്നെ വരുള്ളൂ. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളൊരു കളർ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരാൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് അത് ചൂസ് ചെയ്യുക, അതിടുക, അത്രേ ഉള്ളൂ.
അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ സാരി എടുക്കുമ്പോൾ ആലോചിക്കേണ്ട മീൻസ് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്കിന്നിന്റെ കളറും സാരിയുടെ കളറും തമ്മിൽ ഓവറായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. എന്റെ സ്കിന്നിന്റെ കളർ ഇതാണ്, സോ സാരിയുടെ കളർ അങ്ങനെയായിരിക്കണം. അയ്യോ എന്റെ സ്കിന്നിന്റെ കളർ ഇങ്ങനെയല്ലേ, അപ്പൊ സാരിയുടെ കളർ അങ്ങനെ ചൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഓവറായിട്ട് നിങ്ങളുടെ സ്കിന്നിന്റെ കളർ വെച്ച് സാരിനെ കമ്പയർ ചെയ്യാതിരിക്കുക ഒരിക്കലും. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഭയങ്കര ഡീപ്പർ സ്കിൻ ടോൺ, ഡസ്കി സ്കിൻ ടോൺ ഉള്ള ഒരാളാണ്, പക്ഷെ നിങ്ങൾക്ക് ചുമന്ന സാരി നിങ്ങൾക്ക് ഉടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്ന സാരി ഉടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഞാൻ ഡള്ളായി പോകും, ഡാർക്കായി പോകും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ച് നിങ്ങളത് ചൂസ് ചെയ്യാതിരിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, നിങ്ങൾക്കത് ഉടുക്കണം, നിങ്ങൾക്കത് കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങളത് ചെയ്യുക. വേറൊരാൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല, പിന്നെയും അത് ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഇന്ന കളറുള്ളവർക്ക് ഇന്ന ഡ്രസ്സ്, അതുപോലെ ഇന്ന സ്കിൻ ടോൺ ഉള്ളവർക്ക് ഈ കളറാണ് ചേരുന്നത്, അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമുക്ക് സ്വയം തോന്നുന്നു, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു കോപ്പർ ഷെയ്ഡ് വരുമ്പോൾ എനിക്ക് ചേരില്ല, നമുക്ക് സ്വയം അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളത് ഒഴിവാക്കിക്കോളൂ. പക്ഷെ നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ള ഈ കറുത്തവര് വെളുത്തവര് അവർക്കിങ്ങനെ ഇവർക്കിങ്ങനെ എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് ഓവറായിട്ട് എടുത്തിട്ട് അത് വെച്ചിട്ട് ഒരിക്കലും കല്യാണ സാരി ചൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ ഉണ്ടാവണം നിങ്ങളുടെ കല്യാണ സാരിനെ കുറിച്ച്. നിങ്ങളുടെ സ്കിന്നിന്റെ കളർ വെച്ച് ഓവറായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. കറുത്ത ആളാണെങ്കിലും വെളുത്ത ആളാണെങ്കിലും നിങ്ങളെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു ആ ദിവസം എന്നുള്ളതാണ് പ്രധാനം. സോ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അതേതാണെന്ന് നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്യുക, അതനുസരിച്ച് സാരി ചൂസ് ചെയ്യുക. അത് ഉടുത്ത് നിൽക്കുമ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കും. നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ നല്ല സ്മൈൽ വരും. സ്മൈലാണ് അന്നത്തെ ദിവസത്തെ ഏറ്റവും നല്ല മേക്കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്കിൻ ടോൺ വെച്ചിട്ട് എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. എന്റെ കളറിന് അത് ചെയ്യില്ല, എന്റെ കളറിന് ഇത് ചെയ്യില്ല, ആ ആള് പറഞ്ഞു ഈ കളർ ചെയ്യില്ല, ഇവര് പറഞ്ഞു ഈ കളർ എനിക്ക് ചേരില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് നമുക്ക് കാര്യമില്ല. ഓക്കെ, ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ വയലറ്റ് സാരി ഞാൻ ഉടുത്തു നോക്കി, അപ്പൊ ഒരാള് അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയണം, അയ്യോ ഇത് ഇട്ടപ്പോ നീ മങ്ങിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഞാൻ ആ സാരി മാറ്റി വെക്കില്ല. അതെടുത്തപ്പോ അവള് ഡള്ളായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ ആ സാരി മാറ്റി വെക്കില്ല. എനിക്ക് തോന്നുകയാണ് ഇത് ശരിയാണ്, എനിക്ക് ചേരുന്നില്ല എന്ന് എനിക്ക് തോന്നിയാൽ ഞാനത് മാറ്റി വെക്കും. അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു കാര്യം ബ്രൈഡ്സ് എല്ലാവരും ഓർക്കണം. അത് പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഇനി ഒരു ബ്രൈഡ് ആവാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ്, നമ്മുടെ ഡിസിഷൻ എടുക്കുന്നതിൽ ആ ഒരു കോൺഫിഡൻസ് കാണിച്ചേ പറ്റുള്ളൂ. ഒരിക്കലും സാരിയുടെ വില നോക്കിയിട്ട് നമ്മളത് ചൂസ് ചെയ്യരുത്. അതായത് നല്ല റേറ്റുള്ള സാരിയാണ്, സോ ഞാനത് അങ്ങ് എടുത്തു, പിന്നെ വേറൊന്നും നോക്കാൻ നിന്നില്ല. ചില പെൺകുട്ടികൾ അങ്ങനെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മുടെ കല്യാണ സാരി അങ്ങനെയല്ല കേട്ടോ ചൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും വില നോക്കി കുറഞ്ഞത് കൂടിയത് അങ്ങനെ കമ്പാരിസൺ നടത്തി ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല കല്യാണ സാരി. നമുക്ക് അഫ്കോഴ്സ് നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ വില മാത്രം നോക്കി ഒരിക്കലും കല്യാണ സാരി പർച്ചേസ് ചെയ്യരുത്. അതൊരു മോശമായിട്ട് ഒരു കാര്യം. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് കല്യാണ സാരി, അതുപോലെ താലിമാല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന്റെയൊക്കെ പർച്ചേസിങ്ങിന് നമ്മൾ എപ്പോഴും ആ ഒരു പർച്ചേസിംഗ് ഒക്കെ നടത്തുമ്പോൾ അതിനെ പവിത്രമായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ സാരിയുടെ വില നോക്കി, കല്യാണ സാരി ഒരിക്കലും വില നോക്കി നമ്മൾ താരതമ്യം ചെയ്തെടുക്കുക എന്നുള്ളത് അത് മോശപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കാം, ഒരിക്കലും വില വെച്ച് കമ്പാരിസൺ നടത്തി കല്യാണ സാരി എടുക്കരുത്. ഓക്കെ, പിന്നെ അത് മൂന്നാമത്തെ കാര്യമാണ്. ആ പറഞ്ഞ കാര്യം എത്ര പേര് അതിനോട് യോജിക്കുന്നുണ്ട് എന്നുള്ള എനിക്കറിയില്ല. പക്ഷെ അതിപ്പോൾ പറഞ്ഞു തീർക്കാൻ സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിലും അതൊരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ അത് എൻ്റെ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളതുമാണ്. വിലയല്ല ഞാൻ നോക്കിയിട്ടുള്ളത്, എൻ്റെ കല്യാണ സാരിയുടെ വിലയല്ല ഞാൻ നോക്കിയിട്ടുള്ളത്. ഇനി ബ്രൈഡ്സ് ആകാൻ പോകുന്ന ആളുകളോട് എനിക്കതാണ് പറയാനുള്ളത്, വിലയിലൊന്നും അല്ല കാര്യം. ഓക്കെ, പിന്നെ ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഷോപ്പിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ കല്യാണ സാരി എടുക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ അധികം ഇതൊന്നുമില്ല, എന്താ
പേര് കേൾക്കാത്ത ഒരു ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ പോയി എടുക്കുമ്പോൾ തന്നെ ചിലവർക്ക് നല്ല സാരീസ് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന സെലിബ്രിറ്റീസ് ഒക്കെ പോകുന്ന ഇന്ന കടയിൽ പോയിട്ട് തന്നെ സാരി എടുക്കണം എന്നാലേ അത് ഭംഗി ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ മൈൻഡ് സെറ്റിന്റെ ഒന്നും ആവശ്യമില്ല. വിലയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ഷോപ്പ്, ഇതെടുക്കാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഷോപ്പാണെങ്കിലും ഇതിലൊന്നും നമ്മൾ ഓവർ കോൺഷ്യസ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ എടുക്കുന്ന ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഏതാണോ അത് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുക. സാരി എന്നല്ല, നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യാൻ പോയാലും ഓവറായിട്ട് അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേൾസിന്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സെയിൽസ് ബോയ്സിന്റെ ഇൻഫ്ലുവൻസ് നമ്മളിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. സംടൈംസ് നമ്മൾ ചില ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെക്കന്മാരാണ് ഈ സെയിൽസ് ബോയ്സ് ഒക്കെ അവിടെ നിന്നിട്ട് നമ്മൾ ട്രയൽ ചെയ്യുന്ന സമയത്ത് അടിപൊളി, ചേച്ചിക്ക് നല്ലോണം ചേർന്ന്, മൂക്ക് നല്ലോണം ചേർന്നിട്ട് അങ്ങനെ നമ്മളെ ഭയങ്കര ഹൈ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെൺകുട്ടികളല്ലേ അറിയാതെ ഒന്ന് വീണു പോകും. ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞല്ലോ നല്ല ഭംഗിയുണ്ടെന്ന്, അപ്പൊ കൊള്ളായിരിക്കും, എടുത്തേക്കാം. അറിയാതെ നമുക്ക് ആ ഇൻഫ്ലുവൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ അതിലൊന്നും വീണു പോകരുത്. നമ്മൾ ഉറച്ച് നമ്മുടെ ഡിസിഷനിൽ തന്നെ നിൽക്കുക. അവർക്ക് ഒരുപാട് ട്രിക്സ് ഉണ്ടാവും, സ്ട്രാറ്റജീസ് ഉണ്ടാവും ബിസിനസ് ചെയ്യാനുള്ളത്. ആ ഒരു രീതിയിലായിരിക്കും അവർ നിൽക്കുന്നത്. സോ അത് മനസ്സിലാക്കിയിട്ട് മാത്രം സാരി പർച്ചേസിങ്ങിന് പോവുക. ഓവറായിട്ട് അവർ പറയുന്ന കാര്യങ്ങളിൽ വീണു പോവാതിരിക്കുക. മേഡത്തിന് ഇതായിരിക്കും ചെയ്യുന്നത്, മേഡത്തിന് അതായിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ പറയും. നമുക്ക് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കല്ലേ അറിയാവുന്നത്, അവർക്കാണോ? നമുക്കാണ് അത് കൂടുതലായിട്ട് അറിയുന്നത്. സോ ആ കാര്യം ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നമ്മളെപ്പോഴും കളറ്, റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി എടുക്കും. പക്ഷെ അതിൻ്റെ ഒപ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. നമുക്ക് ഈ സാരി ഉടുത്തിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ വീട് കൊച്ചിയാണ്, എന്റെ ഹസ്ബൻഡിന്റെ വീട് വർക്കല ട്രിവാൻഡ്രം ആണ്. അപ്പൊ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകണം. അന്നത്തെ ആ ഒരു ഡേ ഫുള്ള് ഞാൻ ഈ സാരി മാനേജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വളരെ കട്ടിയുള്ള ഹെവി ആയിട്ടുള്ള ഒരു സാരി ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ നല്ലോണം കഷ്ടപ്പെടും. സോ എപ്പോഴും നമ്മൾ സാരി ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കുക. ഭയങ്കര ഹെവി ആയിട്ടുള്ള സാരീസ് നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുക. നമുക്ക് ഇനിയും അത് റീയൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടി വാങ്ങിക്കുന്നതാണ് എപ്പോഴും എനിക്കതാണ് കേട്ടോ നല്ലത് എന്ന് തോന്നിയിട്ടുള്ളത്. കല്യാണ സാരി നമുക്ക് ഇനിയും ചൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതായത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഫംഗ്ഷൻ പിന്നീട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കല്യാണ സാരി യൂസ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലുള്ളത് നോക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അതായത് ഒരു വൺ ടൈം യൂസിന് വേണ്ടിയിട്ട് ചില ആളുകൾ പറയുന്നുണ്ട് ഈ കല്യാണ സാരി അന്ന് ഉപയോഗിച്ചിട്ട് അങ്ങനെ മടക്കി സൂക്ഷിച്ച് അങ്ങനെ വെക്കണം, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെയല്ല. അത് എനിക്ക് ഇനിയും റീയൂസ് ചെയ്യാൻ പറ്റണം. ഇതെന്റെ കല്യാണ സാരിയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒരു ഫംഗ്ഷനെ കൊടുത്തുകൊണ്ട് പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ കല്യാണ സാരി അന്ന് ഉടുത്തിട്ട് പിന്നെ ഞാനത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. നല്ല ട്രിവാൻഡ്രത്ത് പോകുമ്പോഴൊക്കെ നമ്മുടെ അലമാരിയിൽ നിന്ന് അതെടുത്ത് ഇങ്ങനെ നോക്കും, തലോടും എന്നല്ലാതെ ഞാൻ പിന്നെ അത് ഉടുത്തിട്ടില്ല. അത് ആഗ്രഹമുണ്ട്, പക്ഷെ ഹോപ്പ്ഫുള്ളി ഉടനെ ഞാനത് ഉടുക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ബ്ലൗസ്. സാരിയുടെ ഒപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയാം. ഞാൻ എറണാകുളത്തുള്ളൊരു ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബൊട്ടിക്കിലാണ് കൊടുത്ത് ബ്ലൗസ് തുന്നിച്ചത്. ബ്ലൗസിന്റെ ബാക്ക് സൈഡ് നല്ല ബോറാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ റൈറ്റിങ് എൻ്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്ററും എൻ്റെ ഹസ്ബൻഡിന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്ററും എയും എന്നും ചേർത്തിട്ട് ഇങ്ങനൊരു സ്റ്റിച്ചിങ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരത് നല്ലോണം കോളോ ആക്കി തന്നു. നല്ല രീതിക്ക് തന്നെ ഒരു കോളോ ആക്കി തന്നു. പക്ഷെ നമ്മുടെ നല്ലോണം കാശും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പർട്ടിക്കുലർ ബൊട്ടിക്കിന്റെ പേരൊന്നും പറയുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് ഞാൻ വിട്ടു. ഓക്കെ, പക്ഷെ എനിക്കത് ഭയങ്കര വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. ബാക്ക് സൈഡ് മാത്രമേ ഫോളോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് എൻ്റെ കയ്യിലെ വർക്കും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. കയ്യിൽ ചെയ്ത വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ബാക്കിൽ ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ ബോറായി നല്ലോണം ബോറായി. പ്രത്യേകിച്ച് എൻ്റെ ബൺ ഹെയർ സ്റ്റൈലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് എൻ്റെ ബ്ലൗസിന്റെ ബാക്ക് സൈഡിൽ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ആ ഒരു റീസൺ കൊണ്ട് ഹെയർ സ്റ്റൈലിംഗ് ഒന്നും അന്ന് മാറ്റാൻ നിന്നില്ല. ഞാൻ ഉദ്ദേശിച്ച അതുപോലെ തന്നെ ചെയ്തു. പക്ഷെ എന്താ പറയാ, ബ്ലൗസിന്റെ ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. രണ്ട് കയ്യിലെ വർക്കും കാര്യങ്ങളൊക്കെ ഓക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഈ ഒരു
ആ ബാക്ക് സൈഡിലെ വർക്ക് അത് ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആയി പോയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എത്ര നല്ല സാരിയാണ് വാങ്ങിച്ചിട്ടുള്ളതെങ്കിലും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് കോളമായി കഴിഞ്ഞാൽ എല്ലാം പോയി. എന്റെ എന്തോ ഭാഗ്യം ആ ബാക്ക് സൈഡിൽ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ആ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും അതിനൊക്കെ നല്ല പെർഫെക്ഷനും ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാര്യം മാത്രമേ ഓക്കെ അല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബ്ലൗസ് ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. അത് തയ്ക്കാൻ കൊടുക്കുന്ന സ്ഥലം, അതുപോലെ 1-2 തവണ നിങ്ങൾ അത് ഇട്ടൊക്കെ നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും റീവർക്ക് ഒക്കെ ചെയ്യിക്കുന്നുണ്ട്, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള ടൈം സാവകാശം ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ കുറച്ച് ഹറിബറി ആയിപ്പോയി. അപ്പൊ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അവരെ മാത്രം ഞാൻ പറയാം. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യാത്തത് ആ ബോട്ടിക്കിന്റെ. സോ അപ്പൊ നിങ്ങളെപ്പോഴും നിങ്ങളുടെ സാരിയുടെ ബ്ലൗസും പ്രത്യേകം നല്ല കെയർ ചെയ്ത് തന്നെ അത് ചെയ്യുക, ഓരോ കാര്യങ്ങളും. ഓക്കെ. പിന്നെ ഓവറായിട്ടങ്ങ് വർക്ക് ചെയ്ത് നിങ്ങൾ കൈക്കൊക്കെ വണ്ണമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ല ഹെവി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നല്ല ആ സ്റ്റോൺ ഒക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല കട്ടിയുള്ളതൊക്കെ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ ഒന്നും കൂടി വണ്ണം തോന്നിക്കും. സോ നിങ്ങൾ കയ്യിലെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും അത് ഒന്ന് നമ്മുടെ ബോഡി സ്ട്രക്ചറും കൂടി ഒന്ന് ആലോചിച്ചിട്ട്, കൈക്ക് ഒരുപാട് വണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ബ്ലൗസ് ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അതിന്റെ വണ്ണവും കൂടി തോന്നിക്കും. അപ്പൊ അതൊക്കെ നോക്കുക. അപ്പൊ നിങ്ങളുടെ സാരിയുടെ ഭംഗിനെ കളയും ചില ബ്ലൗസിന്റെ സ്റ്റിച്ചിങ്. അപ്പൊ അതും കൂടി ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കല്യാണ സാരി പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതെല്ലാം നിങ്ങൾ ആലോചിച്ചും കണ്ടൊക്കെ ചെയ്യുക. ഇപ്പൊ ഇനിയുള്ള ബ്രൈഡ്സ്, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ബ്രൈഡ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഇപ്പോൾ ബ്രൈഡ്സ് ആയിട്ടുള്ള ആളുകൾ മാത്രം ആയിരിക്കില്ല, ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്ന ആരെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.